ആള് കുടിക്കുന്നത് ഹറാമാണ്, വമസ്കനുഹു ഹറാം, അയാളുടെ വീടും ഹറാമാണ്. ഇങ്ങനെ വീട്ടിലും വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്താലും അല്ലാഹുവിന് ആ പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അല്ലാഹു സ്വീകരിക്കൂല. ആ കുടുംബം ഒന്നടങ്കം നരകത്തിലേക്കാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇത് തമാശയല്ല മുഅ്മിനീങ്ങളെ. പട്ടിണി കിടന്നാലും ഹറാം തിന്നരുത്. പട്ടിണി കിടന്നാലും വീട്ടുകാരും കുടുംബക്കാരും 2 മാസക്കാലം പട്ടിണി കിടന്നാലും എന്റെ മക്കളോ എന്റെ കുടുംബമോ ഹറാം തിന്നാൻ പാടില്ല എന്നുള്ള ബോധം ഭർത്താവിനുണ്ടാവണം. ഓർമ്മയുണ്ടോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലെ 2.5 വർഷക്കാലം ഇസ്ലാമിക ചരിത്രത്തിന് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഉമയ്യ ഭരണകൂടത്തിലെ ഖലീഫയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. തന്റെ മകൻ ആപ്പിൾ തിന്നുന്നത് കാണാനിടയായപ്പോ വിശന്ന് വലയുന്ന തന്റെ പിഞ്ചോമന പൈതലിന്റെ കൈകളിൽ നിന്ന് ആപ്പിൾ പറിച്ചു വാങ്ങിയിട്ട് അത് നിനക്ക് തിന്നാനുള്ളതല്ല, പുതുമുതലിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കരയുന്ന കുട്ടി ഓടിക്കൊണ്ട് മാതാവിന്റെ സമീപത്തേക്ക് പോയി ഉമ്മയോട് പരാതി പറഞ്ഞപ്പോ ആ ഉമ്മ നേരെ അങ്ങാടിയിൽ പോയി തന്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളെടുത്ത് ആപ്പിൾ വാങ്ങിച്ച് പിഞ്ചോമന പൈതലിന് തിന്നാൻ കൊടുത്ത് തിന്നുന്നത് പിതാവ് കാണുമ്പോ പിതാവ് ചോദിച്ചു എവിടെ നിന്നാ ഇത് കിട്ടിയത്? അപ്പോഴാണ് ആ മാതാവ് ഫാത്തിമ പറയുന്നതല്ല, ഞാൻ അങ്ങാടിയിൽ പോയി എന്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ ഉപയോഗിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പൊ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. എന്താണ് ആ മറുപടി എന്തെന്നറിയോ? ആ പിഞ്ചോമന പൈതലിന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ കഷ്ണം തട്ടിപ്പറിച്ചെടുക്കുമ്പോ എന്റെ ഹൃദയം വിറക്കുന്നുണ്ടായിരുന്നു, എന്റെ കരള് വേദനിക്കുന്നുണ്ടായിരുന്നു, എന്റെ ശരീരം നോവുന്നുണ്ടായിരുന്നു. പക്ഷേ ഹറാമിന്റെ ഒരു അംശം എന്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് കയറിപ്പോയാൽ നാളെ എന്റെ മക്കൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ലല്ലോ എന്ന വേദനയോടെയാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരന്തരമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ കുടുംബസമേതം നാളെ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ പോയി വെന്തുരുകേണ്ട ദയനീയമായ അവസ്ഥ വന്നാൽ എങ്ങനെയാണ് നാളെ രക്ഷപ്പെടാൻ കഴിയുക? എങ്ങനെയാണ് നാളെ രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് 2 മാസക്കാലം പട്ടിണി കിടന്നാലും ഹറാമ് തിന്നൂല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബും പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ 9ഓളം ഭാര്യമാരും അസ്വദാൻ 2 കറുത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ച് 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് 2 മാസക്കാലം ജീവിച്ചത്. ഏതൊക്കെയാണ്? ഒന്ന് വെള്ളമാണ്, രണ്ടാമത്തേത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എന്ന് പറയുന്നത് മദീനയുടെ ഫലഭൂയിഷ്ടമായ ഏതൊരു മണ്ണിലും വളരുന്ന മക്കയുടെ മണ്ണിൽ വളരുന്ന ഒരു ഫലമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. ആ നാട്ടിൽ ഈത്തപ്പഴമാണ് നമ്മുടെ നാട്ടിൽ തേങ്ങയുള്ളത് പോലെ വളരുന്നത്. വേറെ ഒരു ഭക്ഷണമില്ല. പ്രോട്ടീനും മിനറലും അയണും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും വേറെ ഒരു ഭക്ഷണം ആ വീട്ടിലുണ്ടായിട്ടില്ല. അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല, അപ്പങ്ങളില്ല, കറിയില്ല, വേറൊരു പാനീയങ്ങളില്ല. വെള്ളവും ഈത്തപ്പഴവും കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബും ഹബീബിന്റെ ഭാര്യമാരും 2 മാസക്കാലം പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാരുടെ മുഖം നോക്കിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അയ്യുഹൻ നബിയേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, കുല്ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവിന്റെ സുഖങ്ങളാണ് വേണ്ടതെങ്കിൽ, ഭൗതികമായ നേട്ടങ്ങളാണ് വേണ്ടതെങ്കിൽ വരൂ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലി സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ഏതൊരു ഭർത്താവിന് വേണമെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. പക്ഷേ വഇൻ കുൻതുന്ന തുരിദിനല്ലാഹു വറസൂലഹു വദ്ദാറൽ ആഖിറ, നാളെ പാരത്രിക ലോകത്ത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പാരത്രിക ലോകത്തുള്ള വിജയവുമാണ് നിങ്ങളുടെ ഭാര്യമാർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരുപാട് കഷ്ടങ്ങൾ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാൻ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോഴാണ് എല്ലാ ഭാര്യമാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ 2 ഓപ്ഷൻ തരികയാണ്, നിങ്ങൾക്ക് ഞാൻ 2 അവസരം നൽകുകയാണ്. നിങ്ങൾക്ക് ദുനിയവിയായ ഭൗതികമായ സുഖമാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ ത്വലാഖ് ചെല്ലാം, വളരെ സന്തോഷത്തോടെ ത്വലാഖ് ചെല്ലാം, ബുദ്ധിമുട്ടിച്ചിട്ടല്ല, ചുടിച്ചിട്ടല്ല, പിണങ്ങിയിട്ടല്ല, വെറുത്തിട്ടല്ല, വളരെ ഉസദ്ദിഹുകുന്ന സറാഹൻ ജമീല, വളരെ മാന്യമായ രീതിയിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലി നല്ലൊരു ദുനിയവിയായ സുഖങ്ങളോടെ ജീവിക്കുന്ന ഒരു ഭർത്താവിന് കല്യാണം കഴിപ്പിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് സംസാരിച്ചോളൂ, മാതാവിനോട് സംസാരിച്ച് എന്താണ് അവരുടെ അഭിപ്രായമെന്ന് ചോദിച്ചു വാങ്ങി എന്റെ സമീപത്തേക്ക് കടന്നു വന്നാൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചെല്ലാമെന്ന് പരിശുദ്ധരായ
ഭാര്യമാരോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് ആദ്യമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പ്രതികരിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഓലമേഞ്ഞ വീട്ടിൽ കിടന്നിട്ട് വെള്ളം കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് 2 മാസക്കാലം കഷ്ടപ്പെട്ട് ജീവിച്ച ആയിഷ ബീവി ഇവിടെ പറയുന്നത് എനിക്ക് ദുനിയാവിന്റെ സുഖങ്ങൾ വേണമെന്നല്ല, ദുനിയാവിന്റെ ആഡംബരങ്ങൾ വേണമെന്നല്ല, എത്ര കഷ്ടപ്പെട്ടാലും പട്ടിണി കിടന്നാലും എനിക്ക് എന്റെ ഹബീബിനെ മതി എന്ന് പറഞ്ഞ് ഹബീബിന്റെ കൂടെ ആയിഷ ബീവി തയ്യാറാവാൻ, ജീവിക്കാൻ തയ്യാറായപ്പോ മറ്റുള്ള ഭാര്യമാർക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവരാരും ഉമ്മയുടെ അടുത്ത് പോയില്ല, ഉപ്പയുടെ അടുത്ത് പോയില്ല. എനിക്ക് ദുനിയാവിലെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും അള്ളാന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ കൂടെ ജീവിക്കാനാ തയ്യാറായത്. ഫാത്തിമ ബീവിയുടെ കഴുത്തിലുള്ള സ്വർണ്ണമാല കണ്ട അള്ളാന്റെ ഹബീബ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഫാത്തിമത്തു ബിൻതു മുഹമ്മദിൻ ഫീ ഉനുഖിഹാ സിൽസിലത്തും മിൻ നാർ, എവിടെന്നാണ് മോളെ ഈ സ്വർണ്ണാഭരണം നിനക്ക് ലഭിച്ചത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമാല എന്ന് പറയുന്നത് അനുവദനീയമാണ്. ഏതൊരു പെണ്ണിന് എത്ര വേണമെങ്കിലും സ്വർണ്ണാഭരണം ധരിക്കാം, ഇസ്ലാം എതിർപ്പില്ല. എന്നാൽ സ്വന്തം മകൾ ഫാത്തിമയുടെ കഴുത്തിലൊരു സ്വർണ്ണാഭരണം കണ്ടപ്പോൾ അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, എവിടെ നിന്നാണ് ഫാത്തിമ നിങ്ങൾക്ക് ഇത് ലഭിച്ചത്? ഫാത്തിമ പറഞ്ഞു, ഹാദിഹി അഹ്ദാഹാ അലി അബുൽ ഹസൻ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി തങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്, ഗിഫ്റ്റ് തന്നതാണ്, സമ്മാനം തന്നതാണ്. അപ്പോഴാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത്, ഫാത്തിമ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുടെ കഴുത്തിൽ നരകത്താലുള്ള ആഭരണമാണോ, നരകത്താലുള്ള തീയിനാലുള്ള മാലയാണോ എന്ന് ചോദിച്ച് ഫാത്തിമ ബീവിയോട് ആ മാല വിൽപ്പന നടത്താനും അതിന്റെ സമ്പത്ത് സ്വതക്ക ചെയ്യാനും പറഞ്ഞത് വെറുതെയല്ല. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങൾ കാരണത്താലും നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ ഒരു ദറജ കുറഞ്ഞു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നല്ല വീടെടുക്കുന്നതിനോട് ഇസ്ലാം എതിർപ്പല്ല, നല്ല വണ്ടി വാങ്ങുന്നതിനോട് ഇസ്ലാം എതിർപ്പല്ല, നല്ല വസ്ത്രം വാങ്ങുന്നതോ ചെരുപ്പ് വാങ്ങുന്നതോ ഒരു ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതിനോടോ ഇസ്ലാം എതിർപ്പല്ല. പിന്നെ എന്താണ് പ്രശ്നമെന്നറിയോ? എന്തുകൊണ്ടാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ പണ്ഡിതന്മാരും ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ മുഴുകാതെ സമ്പത്തുണ്ടായിട്ട് വരെ അവർ ത്യാഗങ്ങൾ സഹിക്കാനുള്ള കാരണം? ഇവിടെ ഏതെങ്കിലും ഒരു മുതലാളി, ഏതെങ്കിലും ഒരു സമ്പന്നൻ ഹലാലായ രീതിയിൽ ഇവിടുത്തെ സുഖങ്ങൾ ആസ്വദിച്ചാൽ ആ സുഖം കാരണത്താൽ അല്ലാഹു തആല നാളെ പാരത്രിക ലോകത്ത് അവന്റെ ദറജ കുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഒരു സുഖം അനുഭവിച്ചാൽ അതവര് ബെൻസ് കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ടൊരു ബെൻസ് കാറുണ്ട്, ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആഖിറത്തിൽ നമ്മുടെ ഒരു ദറജ അല്ലാഹു കുറച്ച് നല്ല വസ്ത്രം വാങ്ങൂലേ നമ്മള്, അല്ലെ? US പോളോ LP എന്താള്ളത്, അങ്ങനെ കുറെ വസ്ത്രങ്ങൾ വാങ്ങും നമ്മൾ. ഗാൻഡൊക്കെ 450 ദിർഹംസ് ഒക്കെ കൊടുത്തിട്ടാണ് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ചെറുപ്പക്കാരൊക്കെ വസ്ത്രം വാങ്ങുക. 10,000 രൂപ ഒരു കുപ്പായത്തിന്, ഒരു ഷർട്ടിന്. പെണ്ണുങ്ങൾ ഞെട്ടണ്ട, ഞങ്ങൾ 25,000 ഒന്നുമില്ല, മനസ്സിലായോ? അത് വാങ്ങിച്ച 2-3 കൊല്ലം ധരിക്കും ചെയ്യും. നിങ്ങളെ പോലെ മടക്കിയിട്ട് അൽമാരയിൽ വെക്കൂല. ഗ്രീൻ സ്റ്റാർ അതിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്. കാഞ്ഞങ്ങാടിലെ അതിഞ്ഞാലിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ക്ലബ്ബാണ്. അവരെല്ലാവരും ഒരുമിച്ചുകൂടി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്താണ് പ്രത്യേകത എന്നറിയോ? നമ്മളൊക്കെ കല്യാണത്തിന് വാങ്ങുന്ന സാരിയുടെ വില 25,000 രൂപയാണ്. 10,000 കൊടുത്തിട്ട് മിനിമം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എങ്കിലും എന്ത് വാങ്ങാറുണ്ട്? പട്ടുസാരി വാങ്ങാറുണ്ട് കല്യാണത്തിന് ധരിക്കാൻ വേണ്ടിയിട്ട്. രാത്രി ധരിക്കുന്ന ഗൗണുകൾ, ചുരിദാറുകൾ, മറ്റുള്ള ഏത് വസ്ത്രങ്ങളാണെങ്കിലും മിനിമം 5,000 കല്യാണത്തിന്റെ രാത്രിയും പകലൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ആ വസ്ത്രത്തിന്റെയും ആ സാരിയുടെയും പ്രത്യേകത, പിന്നെ ജീവിതത്തിൽ ആ സാരി അവരിടൂല. ഏറിപ്പോയ 2-3 സൽക്കാരത്തിനോട് പിന്നെ ഇടൂല, പിന്നെ അത് മടക്കിയിട്ട് അൽമാരയിൽ വെക്കും. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ആഡംബരപൂർണമായ അല്ലെങ്കിൽ 5,000-10,000 കൊടുത്ത് വാങ്ങിച്ച സാരികൾ, ഗൗണുകൾ, ചൂരിദാറുകൾ, ഫ്രോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് അവർ അയൺ ചെയ്ത് ഡ്രൈ വാഷ് ചെയ്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളായ അമുസ്ലിമീങ്ങളായ എല്ലാ പാവപ്പെട്ടവർക്കും അവരുടെ കല്യാണത്തിന് പുതിയ വസ്ത്രം പോലെ അവർ വാങ്ങിയിട്ട് കളക്ട് ചെയ്ത് കൊടുക്കാൻ. ഇതിനിടെ 250ഓളം കുടുംബങ്ങൾക്ക് അവർ കൊടുക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാടിലെ അതിഞ്ഞാലുള്ള എന്റെ സുഹൃത്തുക്കളാണ് ഇത് ചെയ്യുന്നതെങ്കിലും അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ആളുകൾ ഇതിലേക്ക്